ക്രൂരതയുടെയും അടിച്ചമർത്തലിന്റെയും ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലറുടെ പ്രേതം പിടികൂടിയവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബിജെപി സർക്കാർ എന്ന സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ ശിവരാമൻ. സിപിഐ കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനത്തിന് സമാപനം കുറിച്ച വെള്ളയാങ്കുടിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലർ മനുഷ്യനെ ഗ്യാസ് ചേംബറിൽ അടച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊന്നൊടുക്കിയതെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ അധികൃതരടക്കമുള്ള ജനവിഭാഗം തെരുവിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ചുട്ടരിക്കപ്പെടുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിൽ സ്ത്രീകളടക്കമുള്ളവരെ കൊന്നൊടുക്കുകയും ക്രൂരത അഴിച്ചുവിടുകയും ചെയ്തിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നാളിതുവരെയും മണിപ്പൂർ എന്ന വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSനും BJPക്കും എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞത് ആദ്യം പറയാൻ മോഡിയല്ല കേട്ടോ. ഇത് ആദ്യം പറയാം ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മനിയിലെ ഹിറ്റ്ലർ ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൊന്നൊടുക്കി അവരുടെ സഹകുടീരത്തിന് മുകളിൽ ഒരു സിംഹാസനം ഇട്ട് ഞാൻ രാജ്യ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് ഈ ലോകത്തെ അമ്മാനമാടി കളിക്കുമെന്ന് ആദ്യം പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലറെ പറഞ്ഞതുപോലെ എന്നെ ഇങ്ങോട്ട് ദൈവമാണ് അയച്ചത് എന്ന് പറയുന്ന നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. 2015 ഞാൻ അല്പം പുറകോട്ട് പോവാം. 2015 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് 2 ദിവസങ്ങളിലായാണ് CPI കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം വെള്ളയാങ്കുടി വെച്ച് നടന്നത്. സമാപനത്തിന് മുന്നോടിയായി നേതാക്കളുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടി ടൗണിൽ പ്രകടനം നടത്തി. യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി സനീഷ് മോഹനൻ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി VK അഭിലാഷ്, CPI മണ്ഡലം സെക്രട്ടറി VR ശശി, CPI സംസ്ഥാന കൌൺസിൽ അംഗം VK ധനപാൽ, KJ ജെയിംസ്, VT ഷാൻ, KS രാജൻ, KN കുമാരൻ, KR രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.